ഒരു ഓട്ടോമാറ്റിക് കാർ വാങ്ങാനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളാണ്, അതും യൂസ്ഡ് ഓട്ടോമാറ്റിക് കാറാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു കിടിലൻ കാറ് നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയറാണ്. 2012 മോഡൽ പെട്രോൾ വാഹനമാണ് നമ്മൾ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കഥകൾ പറയാനുണ്ട്, ഒരു വലിയ കഥ തന്നെ പറയാനുണ്ട്. കഥ എങ്ങനെയാണ്, ഈ വാഹനം ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണ്. ഡൽഹി രജിസ്ട്രേഷൻ ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ നെറ്റി ചുളിയണ്ട. ഈ സംഭവം എന്താ വെച്ചാൽ അതൊരു മാർക്കറ്റിൽ നിന്ന് വില കുറവിന് വാങ്ങി വിൽക്കുന്ന ഒരു വാഹന പരിപാടിയേ അല്ല. നമ്മുടെ കേരളത്തുള്ള കസ്റ്റമറുടെ ബന്ധുവിൻ്റെ നെയ്ബറുടെ കയ്യിൽ നിന്നാണ് ഈ വാഹനം, ഡൽഹിയിലുള്ള അയൽക്കാരൻ്റെ കയ്യിൽ നിന്നാണ് വാഹനം വാങ്ങിയിട്ടുള്ളത്. ഈ അയൽക്കാരൻ ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 2-3 കാറുണ്ട്. അതിൽ സ്പെയറായിട്ട് വെച്ചിരുന്ന കാറാണ്. കാരണം ഇതിൻ്റെ കിലോമീറ്റർ, ഓടിയിട്ടുള്ള കിലോമീറ്ററിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അത്ര കുറവ് കിലോമീറ്ററാണ് ഈ വാഹനം ഇതുവരെയും ഓടിച്ചിട്ടുള്ളൂ. 2012 സ്വിഫ്റ്റ് ഡിസയർ ആകെ ഇതുവരെ ഓടിയിട്ടുള്ളത് 89,000 കിലോമീറ്റർ മാത്രമാണ്. നിലവിൽ രജിസ്ട്രേഷൻ ചെയ്ത് കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ടുള്ളൊരു വാഹനമാണ് എന്ന കാര്യം ഒരിക്കൽ കൂടി പറയാണ്. നമ്മുടെ BS4 ആണ് വണ്ടി എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. VXI ആണ്. അതുപോലെ തന്നെ എഞ്ചിൻ കപ്പാസിറ്റിനെ കുറിച്ചൊന്നും ഞാൻ പറയണ്ട. 1197 cc ആണ് വാഹനമൊക്കെ. ഓട്ടോമാറ്റിക് ആണെന്നുള്ളത് ഞാൻ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടി പെട്രോളാണ്, ഓട്ടോമാറ്റിക് ആണ്, പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിങ് എല്ലാം സെറ്റപ്പാണ്. അതുപോലെ തന്നെ സെൻറ്റർ ലോക്ക്, 17.4 മൈലേജ് കിട്ടുന്നതാണ് സെല്ലർ അവകാശപ്പെടുന്നത്. ആൻറ്റി തെഫ്റ്റ് അലറാണ്ട്, ചൈൽഡ് സേഫ്റ്റി ലോക്സ്, ഇതൊക്കെ ഉണ്ട്. ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ 2 പുതിയതാണ്. വെറും 200 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. അതുപോലെ തന്നെ പുറകിലെ ടയർ ഏകദേശം 95% ബാക്കിയുണ്ട്, ഓടാനായിട്ടുണ്ട്. ബ്രിഡ്സ്റ്റോണിൻ്റെ ടയറാണ് ഇട്ടിരിക്കുന്നത്. ഇനി സ്റ്റെപ്പിനായിട്ട് ബാക്കി വെച്ചാൽ ടയർ അപ്പോളോയുടെയാണ്, അതും 85%ഓളം ടയർ കണ്ടീഷൻ ഉണ്ട്. ഇതാണ് ടയർ കണ്ടീഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ വാഹനം ഓടിയത് വെറും 89,000 കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ ഓടിയിട്ടുള്ളൂ. അതിൻ്റെ കാരണമൊക്കെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് കാറളം എന്ന് പറയുന്ന സ്ഥലത്താണ് വാഹനം ഇരിക്കുന്നത്. സെല്ലർ ആവശ്യപ്പെടുന്ന തുക 3,95,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ളൊരു പ്രൈസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് കാറളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള സ്വിഫ്റ്റ് ഡിസയർ BS4 ആണ്. 2012 മോഡൽ ഓട്ടോമാറ്റിക് പെട്രോളാണ്. അപ്പോൾ ഈ വാഹനത്തോട് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് വില പേശലും കാര്യങ്ങളൊക്കെ നടത്തുക. എത്രയും പെട്ടെന്ന് വാഹനം വേണമെങ്കിൽ സ്വന്തമാക്കി. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് ഡൽഹി മാർക്കറ്റിൽ നിന്ന് മേടിച്ചല്ല, ഞാൻ വീണ്ടും പറയാണ്, സെല്ലറിൻ്റെ ബന്ധുക്കളിൽ നിന്ന് തന്നെ മേടിച്ചിട്ടുള്ളൊരു വാഹനമാണ്. അതുപോലെ തന്നെ പയനീറിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നൈറ്റ് വിഷൻ റിവേഴ്സ് ക്യാമറയും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വാഹനം താല്പര്യമുള്ളവർ എത്രയും വേഗം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റിൽ അത് പിൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം സെല്ലറെ വിളിക്കാനായിട്ട്. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നവരെല്ലാ കൂട്ടുകാരോടും ബൈ ബൈ.